രാജസൂയം എന്ന ആ മഹാഗംഭീരമായ ശ്രീമദ് ഭാഗവതന്മാരുടെ സത്രം, ശ്രീമദ് ഭാഗവത സത്രം ഈ ഒരൊറ്റ ശ്ലോകത്തിൽ വേദവ്യാസ മഹർഷി, ശ്രീശുക മഹർഷി ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു. ആരാ ഗുരുവായൂരപ്പൻ? ആരാ ശ്രീകൃഷ്ണൻ? കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ, ശ്രീഹരിയായ പരമാത്മാവായ വസുദേവപുത്രനായ കൃഷ്ണൻ, നമ്മുടെ ഗുരുവായൂരപ്പൻ. എന്താ അവിടുത്തെ പ്രത്യേകത? പ്രണത ക്ലേശനാശായ, പ്രണതന്മാരായവരുടെ മുഴുവനും, അവൻ ആരോ ആയിക്കോട്ടെ, ദേവോസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവ ഏവച ഭജൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാത്. പ്രണതന്മാരുടെ മുഴുവനും ക്ലേശങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ഗുരുവായൂരപ്പൻ. പ്രണതക്ലേശനാശായ. ഭാഗവത്തിൽ ബ്രഹ്മാവ് ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്. സൗഭര്യുതങ്കശിപിദേവല പിപ്പലാദ സാരസ്വതോദ്ധവ പരാശര ഭൂരിഷേണാഹ യേന്യേ വിഭീഷണ ഹനൂമതുപേന്ദ്രദത്തപാർത്ഥാർച്ചിഷേണ വിദുരശ്രുതദേവവര്യാഹ തേ വൈ വിദന്തി അതിതരന്തി ച ദേവമായാം സ്ത്രീശൂദ്രഹൂണശബരാഹ അപിപാപജീവാഹ പ്രണതക്ലേശനാശായ. നോക്കൂ, ഒരു വാക്ക് എവിടേക്കൊക്കെയാണ് ശ്രീശുകാദികൾ സമന്വയിപ്പിച്ച് കാണിക്കണത് ഭാഗവതത്തിലൂടെ. അതാണ് രാജസൂയം. അനവധി സുയജ്ഞങ്ങൾ, നല്ല കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ രാജശ്രീമാനായ ഗുരുവായൂരപ്പൻ്റെ ദിവ്യസന്നിധാനത്തിൽ അവിടുത്തെ ആദ്യവസാനത്തിൽ നടക്കുന്ന ഒരു രാജസൂയം അത് അധികം ഉണ്ടാവാറില്ല. ശ്രീശുകൻ തന്നെ പരീക്ഷത്തിനോട് പറയുന്നുണ്ട്, വരുണസ്യ യഥാപുര. പണ്ട് വരുണനും ഒരു യാഗം ചെയ്തിട്ടൊക്കെ ഉണ്ട്. പരീക്ഷത്തെ ആ വരുണൻ്റെ രാജസൂയത്തിൽ ഈ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. ഭാഗവതം റെക്കോർഡാക്കിയിട്ടുണ്ട്. എന്ത്? വരുണൻ കുറച്ചൊക്കെ ശ്രമിച്ചു. എത്ര കണ്ട് ശ്രമിച്ചു? അതോ യദ്രോമരന്ധ്ര പരിപൂർത്തി നിധാവദക്ഷാവാരാഹ ജന്മനി ബഭൂരമീ സമുദ്രാഹ. ഭഗവാൻ ഗുരുവായൂരപ്പൻ വരാഹമൂർത്തിയായിട്ടങ്ങനെ വന്ന് വരുണൻ്റെ ലോകത്തിലെത്തിയക്കളും ഇങ്ങോട്ട് വന്ന് ചാടി. അപ്പോൾ വരുണൻ ഇപ്പോഴാക്ക എൻ്റെ രാജസൂയം എന്ന് പറഞ്ഞ് കേമായിട്ട് പുറപ്പെട്ടു. എന്നിട്ടോന്ന് ബാക്കി പറയാൻ കൊള്ളില്ല. രോമരന്ധ്ര പരിപൂർത്തിനിധാവദക്ഷാഹ. ഈ പൊന്നു ഗുരുവായൂരപ്പൻ്റെ വരാഹമൂർത്തിയായിട്ട് വരണലോകത്തേക്ക് ഇങ്ങോട്ട് വന്ന ഭഗവാന്റെ നമ്രാണാം സന്നിധത്തെ, അതൊക്കെ ശരിയാ. ഈ ഭഗവാന്റെ ഒരു രോമം നനയ്ക്കാൻ വരുണസ്യ യഥാപുര. പണ്ട് വരുണൻ ശ്രമിച്ചു കൊണ്ടിരുന്നിട്ട് ഇന്നേ വരെ ആ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ വരുണന് സാധിച്ചിട്ടില്ല. ഭാഗവതം പറയണു, വരുണൻ്റെ ആ തിരമാലകൾ അന്ന് തുടങ്ങിയത് ഗുരുവായൂരപ്പൻ്റെ ഒരു രോമെങ്കിലും നനയ്ക്കണം. കാരുണ്യമൂർത്തിയുടെ തിരുമേനിയിൽ, തൃപ്പാദത്തിൽ എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം എൻ്റെ ഈ ഉപ്പുകടലിൽ നിന്നും കൊണ്ടു വീഴ്ത്തണം. പ്രണതക്ലേശനാശായ. പ്രണതനായി ഒരു തിരമാല, 2 തിരമാല, 10 തിരമാല, കോടിത്തിരമാലകളായി വന്നിട്ടും പരിപൂർത്തി നിധാവദക്ഷാഹ. നെവർ സാധിച്ചിട്ടില്ല ഇപ്പോഴും. ഭാഗവതം അവസാനത്തെ അധ്യായം പറയണു, നാദ്യാഭിവിശ്രാമ്യതി യദ്രോമരന്ധ്ര പരിപൂർത്തി നിധാവദക്ഷാവാരാഹ ജന്മനി ബഭൂരമീ സമുദ്രാഹ
ഈ സമുദ്രജലങ്ങളെല്ലാം കൂടി വരുണൻ്റെ രാജസൂയം വരുണൻ്റെ രാജസൂയം എന്നും പറഞ്ഞ് ഗുരുവായൂരപ്പൻ വരാഹമൂർത്തിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടും ഒരു രോമം നനയ്ക്കാനാവാതെ വിഷമിക്കുമ്പോൾ ഇവിടെ നോക്കൂ, കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ, ഗോവിന്ദായ നമോ നമ, ഗോവിന്ദായ നമോ നമ, ഗോവിന്ദായ നമോ നമ. നാദ്യാപി വിശ്രാമ്യതി നാദ്യാപി വിശ്രാമ്യതി നാദ്യാപി വിശ്രാമ്യതി. അത് അവസാനിക്കലില്ല. വരുണന് ഒരു രോമം നനയ്ക്കാനായില്ല എന്നും പറഞ്ഞ് പണ്ട് തുടങ്ങി വെച്ചു. പക്ഷെ അദ്ദേഹം അത് നിർത്താതെ കണ്ട് ഇന്നും 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 അദ്യാപി ഈ ചാവക്കാട്ട് ചെന്നാൽ നമുക്കിപ്പോഴും കാണാം വരുണൻ്റെ പണി, വരുണൻ്റെ രാജസൂയം. എന്താ അത്? തിരയടിച്ച് 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 വന്നുകൊണ്ടിരിക്കണു. ഗുരുവായൂരപ്പൻ ഒരു വര വരച്ചു. നോത്സർപ്പത്യുദധിരിയത. ഡോ വരുണ സ്റ്റോപ്പ്. പോലീസ് സ്റ്റോപ്പ് കാണിച്ച എത്ര സ്പീഡിൽ വരണ വണ്ടി നിൽക്കും. ഗുരുവായൂരപ്പൻ്റെ വണ്ടി ആംബുലൻസ് വണ്ടി ആയതുകൊണ്ട് വേണമെങ്കിൽ കടത്തി വിടും. നമ്മളെപ്പോലെയുള്ള അനവധി 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 ആളുകളെ ചികിത്സിക്കേണ്ട ആളായതുകൊണ്ട് അതിൽ വരണവർക്കൊക്കെ കടന്നു പോവാം. പക്ഷേ വരുണനോട് പറഞ്ഞിരിക്കണു സ്റ്റോപ്പ്. നോത്സർപ്പത്യുദധിരീയത. ഭാഗവതം. എടോ സമുദ്രമേ, ഇവിടെ ഗുരുവായൂർ അമ്പലം ഉള്ളതുകൊണ്ട് താൻ ആ ചാവക്കാട്ട് വരെ വന്നാൽ മതി. രാജസൂയം ഞാൻ ഇവിടെ വേറെ നടത്തിക്കൊള്ളാം. ഇവിടെ ധർമ്മപുത്രന്മാരുണ്ട്. ഇവിടെ എൻ്റെ സ്വന്തം ആൾക്കാരുണ്ട്. തൻ്റെ രാജസൂയത്തിന് ഞാൻ വന്നപ്പോൾ തനിക്കൊരു രോമം നനയ്ക്കാനുള്ള വെള്ളം തൻ്റെ സമുദ്രജലം എല്ലാം കൂടിയിട്ടുണ്ടായില്ല. വേണമെങ്കിൽ സമുദ്രം വലുതാവട്ടെ എന്ന് വിചാരിച്ച് പാവം ഭഗവാൻ സകരപുത്രന്മാരെ കൊണ്ട് വലുതാക്കിപ്പിച്ചു സമുദ്രം. എന്നിട്ടെന്താ കാര്യം ഉണ്ടായത്? എന്നിട്ടും നാദ്യാപി വിശ്രാമ്യതി നാദ്യാപി വിശ്രാമ്യതി നാദ്യാപി വിശ്രാമ്യതി. സമുദ്രം ആ പണി തുടരണമെന്നല്ലാണ്ട് ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനെ കാല് കഴുകിച്ചു പൂജിച്ചു കൃതാർത്ഥനായി എന്ന് എടോ ഉപ്പ് കടലേ സമുദ്രമേ നിനക്ക് പറയാനായിട്ടുണ്ടോ ഇന്നേ വരെ? നാദ്യാപി വിശ്രാമ്യതി ഇല്ല. അതുകൊണ്ട് നീ അവിടെ നിൽക്ക്, ഞാനിവിടെ വേറെ കാരുണ്യ കടലിൻ്റെ തിരമാലകൾ അനേകം അനേകം ഭക്തന്മാർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ച നമ്മുടെ ഗുരുവായൂരപ്പൻ ഏത് ഉപ്പ് കടലിലെ തിരമാലകളെയും, ദുഃഖത്തിൻ്റെ തിരമാല അതാണല്ലോ നമ്മൾ ഉപ്പ് കടലെന്ന് പറയണത്. കണ്ണീരുപ്പ് കണ്ണീരുപ്പ് അതിൻ്റെ കടല, അതിൻ്റെ തിരമാലകൾ, ആ കണ്ണീരുപ്പ് കടലുകൾ ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ കുറച്ച് നേരത്തേക്ക് ഒരു പാലാഴിയാക്കി കൊടുത്തു. യത്രോമരന്ധ്ര പരിപൂർത്തി നിധാവദക്ഷാവാരാഹ ജന്മനി ബഭൂരമീ സമുദ്രാഹ. സമുദ്രം വേണമെങ്കിൽ തൻ്റെ പത്നിമാരായ പുഴകളെ പറഞ്ഞയച്ച് വൃന്ദാവനത്തിൽ നടക്കുന്ന രംഗം കണ്ടോളൂ. യശോദയുടെ അടുത്ത് തം നാമനാഥം അരവിന്ദദൃശം യശോദ പാണിദ്വയ അന്തരജലൈഹി കുളുകുളു 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 കുളുകുളെ സ്നവയാം ബഭൂവ. ഒരു രോമം നനയ്ക്കാൻ തൻ്റെ സാങ്കേതികത്വമാർന്ന തിരമാലകളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ദാ വൃന്ദാവനത്തിൽ വരൂ. ഗ്രാമീണർ പാളയിലാണത്രേ കുട്ടികളെ കുളിപ്പിക്കുക. മഞ്ഞളും ഒക്കെ പാകത്തിന് തേച്ച് ദാ പാളയിൽ കിടത്തി കുട്ടിയെ കുളിപ്പിക്കുന്നു. യശോദയുടെ ഉണ്ണിയെ ഗുരുവായൂരപ്പനെ എന്നെ തപം ചെയ്തനി, യശോദ എന്നെ തപം ചെയ്തനി. ആ അമ്മ ചെയ്ത ഭാഗ്യം നോക്കൂ. ഓമനക്കുട്ടനെ ഗുരുവായൂരപ്പനെ വെറും ഒരു പാളയിൽ കിടത്തി കുളുകുളുകുളെ സ്നാപയാം ബഭൂവ സ്നപയാം ബഭൂവ. എവിടുന്ന് കിട്ടി വില്ലമംഗലത്തിന് ഈ ഫോട്ടോ? സമുദ്രം ഇപ്പോഴും ഒരു രോമം നനയ്ക്കാനായില്ലല്ലോ എന്നും പറഞ്ഞ് വിലപിച്ചുകൊണ്ട് നിൽക്കേ. അതേ ആളെ ഇവിടെ ദാ യശോദ കയ്യിലെ വെള്ളം കൊണ്ട് കുളുകുളെ കുളിപ്പിക്കുന്നു.
പോരാ. ഉണ്ണിയുണ്ടായി എന്നുള്ള കോലാഹലത്തിൽ വന്നു ചേർന്നവരൊക്കെ വെണ്ണയും പാലും തൈരും മോരും പരസ്പരാനുകഥനം ഭാവനം ഭഗവദ്യശ എന്ന മട്ടിൽ നന്ദഗോപർക്ക് ഉണ്ണിയുണ്ടായി എന്നും പറഞ്ഞു ഒരാളുടെ തലയിൽ കൂടെ പാല്, യശോദയ്ക്ക് ഉണ്ണിയുണ്ടായി എന്നും പറഞ്ഞു മറ്റൊരാളുടെ തലയിൽ കൂടെ പാല്. അപ്പോൾ 2 പേര് വന്ന് യശോദയ്ക്ക് ഉണ്ണിയുണ്ടായി എന്ന് പറഞ്ഞ് 2 ഗോപിമാരെ പാലുകൊണ്ടും തൈരുകൊണ്ടും കുളിപ്പിച്ചു. അപ്പോൾ ഗോപിമാരെല്ലാവരും കൂടി പെരുപിരാന്ന് കുടമായിട്ട് വന്ന് സകല ഗോപാലന്മാരെയും മാറി കുളിപ്പിച്ചു. അവസാനം എന്തായി? കൃഷ്ണ ജയ് കൃഷ്ണ ജയ് കൃഷ്ണ ജയ് കൃഷ്ണ 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 ജയ്. കോലാഹലമയം. ആ കോലാഹലത്തിൽ ഒഴുകി കൃഷ്ണ എന്ന കറുത്ത പുഴ യമുനാ നദി വെളുവിളയായി. പോരാ, ആ വെളുവിളയായ കറുത്ത കൃഷ്ണാനദി ഒഴുകി സമുദ്രത്തിൽ ചെന്നപ്പോൾ താൻ അങ്ങോട്ട് ചെന്ന് തൻ്റെ യാഗത്തിന് കൃഷ്ണനെ കുളിപ്പിക്കാൻ പറ്റിയില്ല, കാല് കഴിക്കാൻ പറ്റിയില്ല, ഒരു രോമം നനയ്ക്കാൻ പറ്റിയില്ല. ഇപ്പോഴും അത് തുടരണു. അപ്പണ്ട് വെളുവിള ഒഴുകി വരണു. കറുത്ത നദി എങ്ങനെയാ വെളുത്തത്? കൃഷ്ണാവതാരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വെളുത്തു. എങ്ങനെയാ അത്? പാലും വെണ്ണയും തൈരും മോരും അവിടെ അഭിഷേകമാണ്. എന്താ ചെയ്യുക? അത് ഒഴുകി കാളിന്തി നദി ഇപ്പോൾ കൂലം കുത്തി ഒഴുകി സമുദ്രത്തിലേക്ക് വന്ന് അത് നിൽക്കണില്ല. വൃന്ദാവനത്തിലെ പ്രേമଝരി നിർഝരി അതെവിടെ അവസാനിക്കാൻ? ആ ഒഴുക്കിൽ എന്തായി? കറുത്ത നദി വെളുവിളയായി ഒഴുകി വന്ന് ഉപ്പുകടലാകുന്ന സമുദ്രത്തെ, ചാവക്കാടൻ സമുദ്രം, അറബിക്കടല്, ബംഗാൾ ഉൾക്കടല്, ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് ഓഷൻ, ക്ഷാരോദ അക്ഷരസോദ സുരോദ ഘൃതോദ ക്ഷീരോദ ദധിമണ്ഡോദ ശുദ്ധോദ സപ്തജലധയ. ഇന്നിപ്പോൾ എന്തായി? പാലാഴി മധുകുല്യ പയക്കുല്യാശ്ച തൽഫലം പുരാണ സംഹിത ഏതാമധീത്യ. നോക്കൂ, ഭാഗവതന്മാര് ഉണ്ണിയെ കുളിപ്പിച്ചു. ഉണ്ണിയുടെ തീർത്ഥം പാലായി, തൈരായി, തേനായി, മധുരമായി, അമൃതായി. ഒഴുകി സുരലോക ജലധാര ഒഴുകി വന്നിട്ട് ഇപ്പം എന്തായി? ഇതാ സമുദ്രം മുഴുവനും പാലാഴി, അറബിക്കടൽ മുഴുവനും പാലാഴി, ഇന്ത്യൻ മഹാസമുദ്രം മുഴുവനും പാലാഴി, ബംഗാൾ കടൽ മുഴുവനും പാലാഴി, ശാന്തസമുദ്രവും എന്തൊക്കെയാണ് നമ്മൾ പേര് പറയണ വെച്ചാൽ അതൊക്കെ ആർട്ടിക് അന്റാർട്ടിക് വരെ വെളു. ഇനി ഉപ്പ് കടലാന്ന് ആരും പറഞ്ഞേക്കരുത്. ദുഃഖക്കടലിൻ്റെ കാര്യം കഴിഞ്ഞു. പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇത് ഗോവിന്ദനാണ്, ഇത് ഗോപാലനാണ്. പശുക്കളെ കറന്ന് ചൂടോടെ പാല് കുടിക്കുന്നവനാണ്, പൈക്കളെ മേച്ച് നടക്കുന്നവനാണ് ഈ ഗോവിന്ദൻ. ഈ ഗോപാലൻ വിചാരിച്ചാൽ നിങ്ങളുടെ ഉപ്പുകടലുകളെ മുഴുവനും കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് പാലാഴിയാക്കി മാറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി സംസാരസാഗരത്തിങ്കൽ നിന്ന് എന്നെ കരകയറ്റണേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരില്ല. സംസാരസാഗരത്തിൽ മഗ്നരായ നമ്മളെ ഭവസാഗരേ എന്ന് സപ്തമി ഉപയോഗിക്കാം. പഞ്ചമിയാണ് സമുദ്രത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറയണത്. അത് വേണ്ട. ഈ പാലാഴിയിൽ, ഈ സമുദ്രത്തിൽ ഈ ഉപ്പുകടലിനെ പാലാഴിയാക്കി മാറ്റുന്ന ടെക്നിക്ക് അറിയാവുന്ന ഗോവിന്ദൻ്റെ ദിവ്യ സാന്നിധ്യത്തിൽ, ഗുരുവായൂരപ്പൻ്റെ ദിവ്യ സന്നിധിയിൽ, ഈ അമൃതപുരിയിൽ, ഈ വൈകുണ്ഠത്തിൽ, സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസഃ എന്ന് പ്രഖ്യാപിക്കുന്ന ഇവിടെ ഗോവിന്ദാഭിഷേകവും ഓമനക്കുട്ടന് പാലും വെണ്ണയും തൈരും മോരും കൊണ്ട് പരസ്പര അഭിഷേകവും നടത്തുന്ന ഈ സന്ദർഭത്തിൽ പരസ്പരാനുകഥനം പാവനം ഭഗവത് യശ മിഥോ രതിർമിഥസ്തുഷ്ടി നിവൃത്തിർമിഥാത്മനഃ. ഈ പരസ്പരാനുകഥനത്തിൻ്റെ തിരമാലകളിൽ, ഈ ഗോവിന്ദാഭിഷേകത്തിൽ, ഈ പാലാഴിയിൽ സമുദ്രം മുഴുവനും ഉപ്പുകടലുകൾ മുഴുവനും പാലാഴിയാവുന്നത് നോക്കൂ. പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അതാണ് ആദ്യം പറഞ്ഞത്. ഇന്നേ നക്ഷൽ
രാജസൂയം മുഴുവനായി. ഇതാണ് രാജസൂയം, മഹാരാജസൂയം. ഒരിക്കൽ ഒരു രാജസൂയം മഹാരാജ ശബ്ദം കൊണ്ട് പറഞ്ഞപ്പോൾ ചിലർ ചോദിച്ചു, മിക്സിയുടെ പരസ്യമാണോ? അത്രയുണ്ട് നമ്മുടെ സ്റ്റാൻഡേർഡ്. രാജശബ്ദവും മഹാരാജശബ്ദവും മിക്സിയുടെ പരസ്യമാണെന്നേ അറിയുള്ളൂ. മഹാരാജരാജശ്രീമാനാകുന്ന ചക്രവർത്തിയാകുന്ന ധർമ്മപുത്ര മഹാരാജാവിനെ മാനിക്കാൻ ഗുരുവായൂരപ്പനാകുന്ന ഗൃഹസ്ഥൻ, ഇപ്പം നമ്മൾ കേട്ടില്ലേ, തൻ്റേതാകുന്ന നിത്യ നടപടിക്രമങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച് ഉഗ്രസേനൻ, ബലരാമേട്ടൻ, അക്രൂരൻ, കൃതവർമാവ്, സാത്യകി തുടങ്ങി കുറച്ച് ആളുകളെ ഏൽപ്പിച്ച് ആദ്യം പറഞ്ഞില്ലേ, യഥാർണവക്ഷുഭിതതിമിംഗിലോർമിഭി, സുനാമി സുനാമി സുനാമിയായിട്ട് വരുന്നു. അനാമി ആയിരുന്നു ഭഗവാൻ ഒരു കാലത്ത്. അവിടുന്ന് സുനാമി ആയത് എപ്പോഴാന്ന് പട്ടേരിപ്പാട്. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീന അനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. അന്ന് അനാമിയാ ഭഗവാൻ. നാമില്ലാത്തവൻ, നിഷ്കളൻ, നിർവികാരൻ, രൂപമില്ലാത്തവൻ, നിരാകാരൻ ഒക്കെയാണ്. പക്ഷേ ഇപ്പോഴോ കല്ലോലോല്ലാസ തുല്യം ഖലു വിമലതരം. ഈ വെളുള്ള പാലാഴിയുടെ നിശബ്ദത മാറ്റി, ഇളകായ്മ മാറ്റി, നിഷ്കമ്പത മാറ്റി, എന്നിട്ട് അവിടുന്ന് തിരയടിച്ച് വരാൻ തുടങ്ങിയപ്പോൾ കസ്മാന്നോ നിഷ്കളസ്ത്വം. ഇനി എന്തിനാ നിരാകാരത? ഇനി എന്തിനാ നിർവികാരത? ഇനി എന്തിനാ നിഷ്കളഭാവം? സകളനായി സാകാരനായി ഇതാ തിരമാലകളോടുകൂടെ നട തുറന്നു പുറത്തേക്ക് ഒഴുകണു. കല്ലോലോല്ലാസി തുല്യം ഖലു വിമലതരം. ഈ പുതിയ സമുദ്രത്തിൽ നിന്ന്, ഈ കാരുണ്യത്തിൻ്റെ തിരമാലകളിൽ നിന്ന്, ഈ കാരുണ്യ സമുദ്രത്തിൽ നിന്ന് എന്നെ ഉയർത്തണമെന്ന് ആരെങ്കിലും ഇനി പറയൂ? വേണ്ട. ഈ കാരുണ്യ സമുദ്രത്തിൽ തന്നെ, ഈ തിരമാലകളിൽ തന്നെ, ഈ ഭവസാഗരത്തിൽ തന്നെ ഭവേ 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 എന്ന് പ്രാർത്ഥിക്കുക. അതാണ് ഭാഗവതം അവസാനം പറയണത്. ഭക്തി ഗ്രന്ഥമായ ഭാഗവതത്തിന് വേറൊന്നു പറയാനില്ല. ഭവേ ഭവേ യഥാഭക്തി. ഭഗവാന്റെ പാദത്തിൻ്റെ കീഴിൽ, ഭഗവാന്റെ രാജസൂയത്തിൻ്റെ ഇടയിൽ, ഭഗവാന്റെ കാരുണ്യ തിരമാലകളുടെ സുനാമിയുടെ നടുവിൽ നമ്മൾ മുങ്ങട്ടെ മുങ്ങട്ടെ മുങ്ങട്ടെ. വീണ്ടും 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 ഭ്രാമ്യമാണാനഹം യത്രക്കുവാവി. എന്നിട്ട് രതിർന്ന കൃഷ്ണ ഈശ്വരേ. ഈ കർമ്മത്തിൻ്റെ ചംക്രമണം, ഈ കർമ്മത്തിൻ്റെ തിരമാലകൾ നഹി കശ്ചിൽ ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൾ. വേണ്ട, കർമ്മം ചെയ്യാതിരിക്കണ്ട. എല്ലാ കർമ്മങ്ങളും ചെയ്യുക. ഭാര്യയോട്, അച്ഛനോട്, അമ്മയോട്, മക്കളോട്, വീടിനോട്, ഉദ്യോഗത്തിനോട്, ബോസിനോട് എല്ലാ കടമകളും ചെയ്തുകൊണ്ടിരിക്കൂ. അതാ ഭഗവാൻ രാജസൂയത്തിന് പുറപ്പെട്ട ആദ്യം രാജാക്കന്മാർക്ക് നൽകിയ ഉപദേശം. എപ്പോഴാണോ രാജാക്കന്മാർ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ എന്ന് പറഞ്ഞത്, അപ്പ ഭഗവാൻ അരുളി ചെയ്തു, അദ്യപ്രഭൃതി അദ്യപ്രഭൃതി അദ്യപ്രഭൃതി. ഇന്നു മുതൽ, ടുഡേ ഇറ്റ് സെൽഫ്, നൗ ഇറ്റ് സെൽഫ്, ഇന്നു മുതൽ, ഇപ്പം മുതൽ ദാ ഭക്തി ആശംസിതം തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ആരെങ്കിലും ഈ തിരമാലകളിൽ നിന്ന്, ഭവസാഗരത്തിൽ നിന്ന് കരകയറ്റണമെന്ന് പ്രാർത്ഥിക്കുമോ? അതോ ഈ ഭവസാഗരത്തിൽ തന്നെ കിടന്നോളാം എന്ന് പറയുമോ? ഭാഗവതത്തിൻ്റെ അവസാനത്തെ കഥ മാർക്കണ്ഡേയൻ എന്താ പറഞ്ഞത്? തദപി മൃഗയതേ നൂനമാശ്ചര്യേതോ. അത്ഭുതം 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 അത്ഭുതം. ദേ മാർക്കണ്ഡേയൻ സംസാരസാഗരം വേണം, സംസാരസാഗരത്തിൽപ്പെട്ട് ഉഴലണം എന്ന് പ്രാർത്ഥിക്കണു. എന്താ അത്? അതിൻ്റെ രസമറിഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ഭവസാഗരത്തിൽ നിന്ന് രക്ഷിക്കണേ, ഭവാർണവത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന പഴയ പ്രാർത്ഥന ഞങ്ങൾ അടച്ചുപൂട്ടി കെട്ടിവെച്ചു. ഇനി അത് വേണ്ട. സംസാരസാഗരത്തിൽ ഇനിയും ഇനിയും അടിയങ്ങളെ മുക്കുകയും പൊക്കുകയും ചെയ്യണേ. അത് പ്രാർത്ഥിച്ച മാർക്കണ്ഡേയന് ഒപ്പം കാലും കുടിച്ച ഒരു ഉണ്ണിയും കിടക്കണം കാണാൻ സാധിച്ചു. ഞാനുണ്ട് മാർക്കണ്ഡേയൻ്റെ കൂടെ, ഞാനുണ്ട്. എനിക്കും ആരുമില്ല, അച്ഛനുമില്ല, അമ്മയില്ല, ഗോപികമാരുമില്ല, യശോദയില്ല, ദ്വാരകാവാസികളുമില്ല, പാണ്ഡവന്മാരുമില്ല, ആരുമില്ല. എനിക്ക് ആരുമില്ല മാർക്കണ്ഡേയ, ഞാനൊറ്റയ്ക്കാ. എവിടെ? ദേ
ഈ ഉപ്പുകടലിട്ട്. അപ്പോൾ ഉപ്പുകടലല്ലാണ്ടായത് മധുരമായി. മധുരം 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 മധുരാധിപതേരഖിലം മധുരം. എനിക്ക് അമ്മിഞ്ഞ തരാൻ ആരുമില്ലാത്തതുകൊണ്ടേ തന്യാമൃതം പീതം അതീവതേമുത. അമ്മയുടെ അമ്മിഞ്ഞ കുടിച്ച ഓർമ്മ കൊണ്ട് ഞാൻ എൻ്റെ കാലും കുടിച്ച് കിടക്കുക. ഇനി ഈ സമുദ്രത്തുനിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് മാർക്കണ്ഡേയൻ പറയൂ. അവിടുന്ന് എൻ്റെ ഒപ്പുണ്ടോ? എന്നാ വരൂ. ഞാൻ അവിടുത്തെ കണ്ണുകൊണ്ട് കുടിച്ച് കിടക്കാം. അവിടുന്ന് അവിടുത്തെ കാല് കൊണ്ട് കുടിച്ച് കിടക്കുക. നോക്കൂ, സ്വയം കാല് കുടിച്ച് ഉണ്ണി, ആ കാല് കുടിച്ച് കിടക്കണ ഉണ്ണിയെ കണ്ണുകൊണ്ട് അകത്തേക്ക് വീണ്ടും കല്ലോല ഉല്ലാസ തുല്യം ആക്കിക്കൊണ്ട് മാർക്കണ്ഡേയൻ ഈ ഒരു ചംക്രമണം, ഈ ഒരു ലൈഫ് സൈക്കിൾ ഉള്ളിടത്തോളം കാലം ഇതിൽ നിന്നും അടിയങ്ങളെ വേറെ എവിടേക്കേക്ക് കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇവിടെ തന്നെ സ്വർഗേ സത്യേജ കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസ. ഇവിടെയാണ് രാജസൂയം, ഇവിടെയാണ് ഈ ഫംഗ്ഷൻ, ഇവിടെയാണ് എല്ലാവരും പ്രണതക്ലേശനാശന്മാരായി അറിയപ്പെടുന്നത്. പ്രണയക്ലേശനാശൻ ഗുരുവായൂരപ്പൻ ഒരാളാണെങ്കിൽ സകല ഭാഗവതന്മാരും അത് ആവർത്തിക്കുന്നു. ഭാഗവതം മുമ്പിൽ വെച്ചാണ് ഭാഗവതമാണ് സത്യം, തിരുനാമമാണ് സത്യം എന്ന ശബ്ദം നാം ആചാര്യരിൽ നിന്നും നമ്മൾ ഇവിടെ വെച്ചാണ് കേട്ടത്. എത്ര സജ്ജനങ്ങളുടെ ശബ്ദം ഇവിടെ വെച്ച് നമ്മൾ കേട്ടു. പട്ടേരിപ്പാടിൻ്റെ ശബ്ദം, പൂന്താനത്തിൻ്റെ ശബ്ദം, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന ശബ്ദം, വയം യശോദ ശിശു ബാല ലീല കഥ സുധാ സിന്ധുഷു ലീലയാമഹ എന്ന വില്വമംഗലത്തിൻ്റെ ശബ്ദം. ആദ്യം പറഞ്ഞില്ലേ, പട്ടേരിപ്പാടിൻ്റെ ശബ്ദം, വില്വമംഗലത്തിൻ്റെ ശബ്ദം, ശങ്കരാചാര്യ ശബ്ദം, ഇങ്ങനെ എത്ര ഭക്തന്മാരുടെ ശബ്ദം ഈ കുളത്തിൻ്റെ വക്കത്തുനിന്ന് കേട്ടു. തദാഭവത്തീർത്ഥമിതം. രുദ്രനാകുന്ന മഹാദേവനും ഈ വലിയ രുദ്രതീർത്ഥവും ഗുരുവായൂരപ്പനെ സേവിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? പ്രജേതസ്സുക്കൾ ഇവിടെയല്ലേ മുങ്ങിക്കുളിച്ച് ഗുരുവായൂരപ്പനെ സേവിച്ചത്? മഹാദേവൻ പറഞ്ഞതുകൊണ്ട് ഭഗവന്തം വാസുദേവം പ്രപന്നസ്സ പ്രിയോഹിമേ. മമ്മിയൂർ കൂടെ വൺ വേ ആയിട്ട് ബസ്സുകൾ പോകുമ്പോൾ പാർവതി, ഈ പോണവരൊക്കെ ഗുരുവായൂർക്കാണ് പോണത്, ഇവിടേക്ക് മമ്മിയൂർക്കൊന്നും നോക്കി തൊഴുതും കൂടിയില്ല. വേണ്ട, അവർ പൊക്കോട്ടെ, ഇങ്ങോട്ട് വരുമ്പോൾ ഇതിലേ വരും. അതില്ല, അത് വൺ വേയാ, അത് അപ്പുറേ പോവുള്ളൂ. എന്നാലും ശരി, അവരെ നമുക്ക് അനുഗ്രഹിക്കുക. ആലോചിച്ച് നോക്കൂ, പാർവതീ പരമേശ്വരന്മാർ എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം അവരുടെ ശബ്ദം മുതൽക്ക് ഭക്തശിരോമണി വാഴകുന്നത്തിൻ്റെ ശബ്ദം, എത്രയോ മഹാനുഭാവന്മാരുടെ ശബ്ദം, ഭാഗവത ആരാമങ്ങളുടെ ശബ്ദം. പിന്നെ അടുത്ത കാലത്ത് ഇപ്പം നമുക്കറിയാം, ജൂൺ 1 മുതൽ ജൂലൈ 13 വരെ എല്ലാ കൊല്ലവും പതിവുള്ള ത്രിപക്ഷം, അതിൽ വേങ്ങേരി സ്വർണം ശ്രീധരൻ നമ്പൂതിരി അവരുടെ ശബ്ദം. അപ്പോൾ വാഴകുന്നം അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഓഫ് ഭാഗവത അത് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തത് ഈ ഗുരുവായൂരാണ്. 93 കൊടുങ്ങല്ലൂർ അമ്മയെ തൊഴുതു വന്ന ഭക്തശിരോമണി വാഴകുന്നത്തിന് തൃശ്ശൂർ കൂത്തമ്പലത്തിൽ നിന്ന് ഗുരുവായൂരിൽ നിന്നും ഒക്കെ ഭാഗവതത്തിൻ്റെ പ്രചോദനം കിട്ടി. മേശാന്തി യാത്രയെ ശ്രീലാകത്തേക്ക് കയറുമ്പോൾ മുകളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് വാഴൊന്നല്ലേ ഭാഗവതം വായിക്കൂ എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഇതെന്താന്ന് പോലും അറിയില്ലായിരുന്നു. 93 കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ണീരോടും കൂപ്പി പോന്നു. പിന്നെ അനന്യത്രാണേക പ്രവണഹൃദയേ ദേവി ദിശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണ ഭക്തിഞ്ച വിനയം. 5-8 ശ്ലോകങ്ങളെ കൊണ്ട് കൊടുങ്ങല്ലൂരമ്മയെ പൂജിച്ച് 1ാം സമ്മാനം കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അന്നത്തെ 5 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്തിരുന്നു. 100 പവൻ സ്വർണം കിട്ടും എന്നാണ് അത്ര വിചാരിച്ചത്. 100 പവനല്ല. ഫലവിക്രയണി തസ്യ ച്യുതധാന്യം കരദ്വയം ഫലൈരപൂരയദ്രത്നയ ഫലഭാണ്ഡമപൂരിച്ച. കോടാനകോടി ഇന്ദ്രനീല കല്ലുകൾ തൻ്റെ ജീവിത ഭാണ്ഡത്തിലേക്ക് ഈ ഗുരുവായൂരപ്പൻ, ഈ കൊടുങ്ങല്ലൂരമ്മ, ഈ എടത്തരികത്ത് കാവിൽ ഭഗവതി എറിഞ്ഞു തന്നിരിക്കുന്നു എന്ന് ഭക്തശിരോമണിക്ക് മനസ്സിലാവാൻ കാലം കുറച്ച് വേണ്ടി വന്നു. അദ്ദേഹം അത്
വ്യക്തമായിട്ട് എഴുതി നമുക്ക് തന്നു. കല്ല് വേണോ നീലക്കല്ല് വേണോ, കല്ല് വേണോ നീലക്കല്ല് വേണോ എന്ന് ചോദിച്ചു നടന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ ഇന്നും കേൾക്കുന്നുണ്ട് ഇല്ലേ? അപ്പം എത്രയെത്ര മഹാനുഭാവന്മാർ. സ്വർണ്ണമായിരുന്നു ഗുരുവായൂരപ്പൻ്റെ കീശാന്തി ആയിരുന്ന വേങ്ങേരി ശ്രീധരൻ നമ്പൂരിക്ക് പേര്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഇനി 1-ാം തീയതി മുതൽ വീണ്ടും ഈ പരിസരം വെങ്കടാചലപതി, പാർത്ഥസാരഥി, പെരുന്തട്ട, മമ്മിയൂര്, ഗുരുവായൂരപ്പൻ്റെ മുമ്പിലും ഒക്കെ ആയിട്ട് നടന്ന ആ ത്രിപക്ഷയജ്ഞം എല്ലാ കൊല്ലവും ലോകം മുഴുവനും www.com വേൾഡ് വൈഡായിട്ട് കേൾക്കാൻ പോണു. ഇന്നിപ്പോൾ ഇതും കേട്ടുകൊണ്ടിരിക്കണു. ഭാഗവത യോഗ മറ്റൊരു ഇൻ്റർനാഷണൽ യോഗം, അതും നമുക്ക് ഭാഗവതം എന്നും കേൾപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ എത്ര ആളുകളുടെ ശബ്ദം. പ്രണതക്ലേശനാശായ ആദ്യം പറഞ്ഞുല്ലോ, സൗഭര്യുതങ്കശിബിദേവല പിപ്പലാദ സാരസ്വതോദ്ധവ പരാശര ഭൂരിഷണായേന്യെ കഴിഞ്ഞില്ല. ഹനുമധുപേന്ദ്ര ദത്തപാർത്ഥ അർഷിഷേണ വിദുരശ്രുതദേവര്യാഹ കഴിഞ്ഞില്ല. ബ്രഹ്മാവ് പറയാ. പിന്നെ അനവധിയുണ്ട്. ഇക്ഷ്വാകുരൈളം ചുകുന്ദ വിദേഹ ഗാധി രഘു അംബരീഷ സകരാകേണാഹുഷാത്യാഹ മാന്ധാത്രളർക്ക ശതധന്വ അനുരന്തി ദേവാ ദേവവ്രത ബലിരമൂർത്തരയോ ദിലീപ. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ കഴിയില്ല. സ്ത്രീ ശൂദ്ര ഹൂണ ശബരാ അപിപാപജീവാഹ ഇവരെയൊക്കെ കലൗജനിഷ്യമാണാനാം ദുഃഖശോകതമോനുദം അനുഗ്രഹായ ഭക്താനാം സുപുണ്യം വ്യതനോദ്യശ രക്ഷിക്കാൻ വേണ്ടി എടുത്ത കൃഷ്ണാവതാര. അപ്പം കൃഷ്ണൻ വാസുദേവൻ, ഹരി പരമാത്മാവ്, പ്രണതക്ലേശനാശനായ ഗോവിന്ദൻ എന്ന മട്ടിലാണ് ധർമ്മപുത്രരുടെ അടുത്തേക്ക് വന്നത്. ധർമ്മപുത്രർ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഏ ത്വാം ഭജന്തി ന ഭജന്ത്യുതവോ ഭയേഷാം നിഷ്ഠാം പ്രദർശയ വിഭോ കുരു സൃഞ്ജയാനാം. അവിടുത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും ആയിട്ട് കുറേ പേരുണ്ട്. അവരുടെ ആ വ്യത്യാസം ലോകത്തിന് ഒന്ന് അനുഭവപ്പെടുത്തി കാണിച്ചു കൊടുത്താൽ നന്നായിരുന്നു. ഭഗവാൻ ഒന്നങ്ങനെ ആലോചിച്ചു ഉള്ളുകൊണ്ട്. വല്യേട്ടൻ പറയണ പോലെ ചെയ്യണം. നാരദൻ വന്ന് രാജസൂയത്തിന് വരണം. ശരി വരാം. എങ്ങനെയാ പോണ്ടേ ഉദ്ധവ? 20,800ഓളം രാജാക്കന്മാർ ഇവിടെ ആവലാതി പറഞ്ഞ് നിൽക്കണു. അവരുടെ ആവലാതി തീർക്കാതെ ജരാസന്ധൻ എപ്പോഴാണ് അവരെ കഴുത്ത് വെട്ടി കൊല്ലുക എന്നറിയില്ല. അല്ലാണ്ട് പോകാൻ പറ്റുമോ? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, ഞാൻ അടിയൻ ഇവിടുന്ന് ഓർമ്മിപ്പിച്ച ഒരു ഉപായം പറയാം. വേറൊന്നുമല്ല, രാജസൂയം എന്ന് പറഞ്ഞാൽ ദിഗ്വിജയം നടത്തി ചെയ്യേണ്ടതാണല്ലോ. ഇവിടുന്ന് ചെന്ന് രാജസൂയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാരദൻ്റെ ഒപ്പം അങ്ങോട്ട് പോവുക. അവിടെ ചെന്നാൽ ആദ്യത്തെ ദിഗ്വിജയമാണ്. അപ്പോൾ ആ ദിഗ്വിജയത്തിൽ ജരാസന്ധാദികളെ ജയിക്കാലോ. ഇവിടുന്നുണ്ടെങ്കിൽ എന്താ പ്രയാസം? വിജയേ ജയമുദ്വിഘോഷ്യ. അങ്ങനെയാ ഭഗവാന്റെ വെറും ഒരു കടാക്ഷം കൊണ്ട് സാക്ഷാൽ നിർലീന അചേഷ ചിത്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു. ആ ഇളകാത്ത ബ്രഹ്മസിന്ധു, ഇളകാത്ത നിഷ്കമ്പമായ കടല് കണ്ണൊന്ന് തുറന്ന് പുരികൊന്നിളക്കി ഈ അടുത്ത അരികത്തെ കാവിലെ അമ്മയെ ഒന്ന് നോക്കിയാൽ മതി. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. ആ നോട്ടം കൊണ്ട് തന്നെ നിർലീനതാമായയു എന്നാണ്. ചില്ലീല രതിമേയുഷി ത്വയി വിഭോ നിർലീനതാമായയു. അവിടത്തിൽ ലയിച്ചു കിടന്ന പ്രപഞ്ചശക്തികളെ പുറത്തേക്ക് വിട്ട് നേരെ ആക്കിക്കോളും. അതിനുള്ള വിഷ്ണോർമായാ ഭഗവതീയയാ സമ്മോഹിതം ജഗൽ ആവിഷ്ട പ്രഭുണാംശേന കാര്യാർത്ഥേ. ഇവിടുന്ന് ഒന്ന് നോക്കിയാൽ എല്ലാം നടക്കുന്ന അറിയാലോ. ആ അനീതിക്കുട്ടി ഒപ്പല്ലേ ഇവിടുന്ന് ഏട്ടൻ്റെ അവിടേക്ക് അങ്ങോട്ട് പൊക്കോളാം. അവിടെ ചെന്ന് ആദ്യത്തെ കാര്യമായിട്ട് വിജയനെ അതേപോലെ ഭീമനെ കൂട്ടി കടാക്ഷത്തോടെ ഒന്നങ്ങോട്ട് പൊക്കോളാം, പിന്നൊക്കെ നേരെയാവും. ഉദ്ധവനാണേ പറയണത്. ഉദ്ധവൻ പറഞ്ഞതിന് ഒരു വലിയ കയ്യടി കൊടുക്കൂ. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും 2 കയ്യടി കൊടുക്കൂ എൻ്റെ ഈ വാക്കിന് എന്നും പറഞ്ഞുകൊണ്ട്. അതേപോലെ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവൻ്റെ ഈ അഭിപ്രായത്തിന് 2 കയ്യടി ആവട്ടെ എല്ലാവരുടെയും വക. സകല ആളുകളും ദേവഋഷി യദുവൃദ്ധാശ്ച കൃഷ്ണശ്ച പ്രത്യപൂജകൾ കയ്യടിച്ചു പാസാക്കി. എന്നിട്ടാണ് ആദ്യം പറഞ്ഞ സുനാമി തിരമാല പോലെയുള്ള അനാമിയുടെ കല്ലോലോല്ലാസ തുല്യമായ വരവ് യഥാർണവക്ഷുവിധ തിമിങ്കിലോർമിഭി ദായെത്തി.
വളരെ 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 കാലം മുൻപ്, എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 60-61 വയസ്സ് മുൻപ് കേട്ടിരിക്കുന്ന പാട്ടാണ്. രാജസൂയയാഗം പോലെ സപ്താഹത്തെ നടത്തുവാൻ രാജരാജേശ്വരൻ കൃഷ്ണൻ എഴുന്നള്ളുന്നു. രാജസൂയയാഗം പോലെ സപ്താഹത്തെ നടത്തുവാൻ രാജരാജേശ്വരി ദേവി എഴുന്നള്ളുന്നു. രാജസൂയയാഗം പോലെ സപ്താഹത്തെ നടത്തുവാൻ രാജരാജ ഭക്തന്മാരും എഴുന്നള്ളുന്നു. പുനയ്ക്കും 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 പുനയ്ക്കും, ഇനി എന്ത് വേണം? ഇത്രയൊക്കെ ആയാൽ അതാണ് നമ്മൾ ഇന്ന് കാണുന്നതും അനുഭവിക്കുന്നതും. സ്വർഗേ സത്യേജ കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസാന്ന് എത്ര തവണ പറഞ്ഞാലാ മതിയാവാ. സ്ഫുരൽ പരാനന്ദരസ പ്രവാഹ പ്രപൂർണ കൈവല്യ മഹാ പയോധൗ ചിരം നിമഗ്നാഹ. വൃന്ദാവനത്തിലെ ഗോപീഗോപാലന്മാർ ഭഗവാന്റെ ബാലലീലകൾ കണ്ട് 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 കൃഷ്ണൻ്റെ വൈകുണ്ഠം ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഓ അതിനെന്താ, ദാ കണ്ടോളൂ കഴിഞ്ഞു വരും. പക്ഷേ ഒരുപാട് പറയുക, ഇത്ര പെട്ടെന്നോ ഗുരുവായൂരപ്പ? കരപതരവദേവം ദേവ കുത്രാവതാരേ. ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വൈകുണ്ഠം കാണിച്ചു കൊടുത്ത ഒരവതാരം. ഏതവതാര? കൃഷ്ണ ധന്യ കോവാ പ്രഭവതി ഗോ ഗോപ ഗോപികാ മുക്തി. വില്ലുമംഗലം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ശ്രീകൃഷ്ണനല്ലാണ്ട് ഈ ഗുരുവായൂരപ്പനല്ലാതെ ആർക്ക് സാധിക്കും ഈ മഹാനന്ദക്കടല് ഉപ്പുകടല് പാലാഴിയാക്കാൻ, നമുക്കൊക്കെ അനുഭവവേദ്യമാക്കാൻ? ദാ ധർമ്മപുത്രരും അതേപോലെ പാണ്ഡവന്മാരൊക്കെ ഭഗവാൻ ദൂരത്തുനിന്ന് വരണത് കണ്ട് അഗ്രേ പശ്യാമി ശ്ലോകം ആദ്യം ചൊല്ലി, അഥവാ അന്ന് ചൊല്ലി. അഗ്രേ പശ്യാമി തേജ നിബിഡതര കളായാവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തതുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമരസസുഖാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈഃ വിലസതുപനിഷൽ സുന്ദരീ മണ്ഡലൈശ്ച. 16,108 ഭാര്യമാരും 10 മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളും. ഭാഗവതത്തിൽ പറയുന്നുണ്ട് മഹിഷ്യശ്ച ശതാധികം. പട്ടേരിപ്പാട് നാരായണീയത്തിൽ 16,008 എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ആരും തെറ്റിദ്ധരിക്കേണ്ട. ശതാധികം +100 എന്ന് വേറൊരിക്കൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 16,108 കിരണങ്ങളെ സൂര്യനുള്ളൂ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? എത്രയാ നിശ്ചയില്ല എന്നുള്ളതാ ശരി. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ എന്ന് പറഞ്ഞാൽ 1000 നല്ല കണക്ക്. എത്രയാ നിശ്ചയമില്ല. സഹസ്രകിരണൻ എന്ന സൂര്യൻ്റെ പര്യായം നോക്കുക. ഇതുപോലെ ഗുരുവായൂരപ്പന് 16,108 ജീവാത്മാക്കളല്ല തൻ്റെ സംരക്ഷണ വലയത്തിലുള്ളൂ. 16,108 × 10 എന്നുള്ള മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും ആവുമ്പോൾ പ്രപഞ്ചകോടികളിലെ ജീവജാലങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ്റെ നാരദാദ്യർവിലസതുപ നിഷൽ സുന്ദരീ മണ്ഡലൈശ്ച. നാരദാദികളോടുകൂടെ ഗുരുവായൂരപ്പനെ തിക്കിത്തിരക്കിയിരിക്കണ സജ്ജനങ്ങളാണ്. അങ്ങനെയുള്ള സജ്ജനങ്ങളോട് കൂടിയാണ് രാജരാജ ഭക്തന്മാരും എഴുന്നള്ളുന്നു. രാജസൂയത്തിന് കൃഷ്ണൻ വന്നിരിക്കണത്. ധർമ്മപുത്രൻ അതാ സ്വീകരിച്ചിരുത്തി പറഞ്ഞത്, സേവിക്കുന്നവരുടെയും സേവിക്കാത്തവരുടെയും വ്യത്യാസം കാണിച്ചു തരണമെന്ന്. ശരി, ദിഗ്വിജയം കഴിഞ്ഞോ? ദിഗ്വിജയത്തിന് ഏർപ്പാട് ചെയ്തു. ഭീമോ മഹാനസാധ്യക്ഷ ലിസ്റ്റിട്ടു. ആദ്യം ധനാധ്യക്ഷ സുയോധന, സഹദേവസ്തു പൂജായാം, നകുലോ ദ്രവ്യസാധനെ, ഗുരുശുശ്രൂഷണേ ജിഷ്ണു, കൃഷ്ണപാദാവനേജനെ. ഭഗവാൻ 4 പാടും നോക്കി. അത് മതി. എന്താത്? ഭീമസേനൻ അടുക്കളയുടെ ചുമതല, സഹദേവൻ കലോറ ചുമതല, പൂജിക്കുന്ന ആളെ തിരഞ്ഞെടുക്കേണ്ട ചുമതല, നകുലനാണ് കലോറ ചുമതല, ദുര്യോധനൻ ഖജാൻജി, കർണൻ ദാനാദികളുടെ ചുമതല. കർണൻ മൂത്തപുത്രനാണെന്ന് അറിയാം. അപ്പോൾ ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് കൃഷ്ണപാദാവനേജന എന്ന് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി ഞാൻ കാല് കഴിച്ചോളാം. അയ്യോ അതല്ല, അവിടുത്തെ കാല് കഴിക്കണം. അത് സമയമാകുമ്പോഴല്ലേ അപ്പം ആലോചിക്കാം. അതുവരെ വരണവരെ കാല് കഴിച്ചുകൊണ്ട് ഞാൻ നോക്കണേ. എന്തൊക്കെയാണോ ദ്വാരകയിൽ നാരദൻ നേരിട്ട് ചെന്ന് കണ്ടത്
ഒക്കെ ഇപ്പോൾ ഇവിടെ ഭഗവാന് ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അഭിനയിക്കണം. അതിന് പാകത്തിന് വേഷം കെട്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഏർപ്പാടുകളൊക്കെ ആയി ദിഗ്വിജയം, സകല ദിഗ്വിജയവും കഴിഞ്ഞു വന്നു, ജരാസന്ധനെ ഒഴികെ. അത് ഉദ്ധവൻ പറഞ്ഞിട്ടുണ്ട്. ഭീമസേനൻ അർജുന പോവാ നമുക്ക്. ജരാസന്ധൻ്റെ അടുത്ത് ചെന്നു. കുളിച്ച് കുളപ്പരയിൽ ഭസ്മക്കോരിയും ഉത്തരീയവും തച്ചുടുക്കലും ഒക്കെ ആയിട്ട് നെറ്റി ചുമരുമ്പിലിട്ട് ഉരച്ച് നമസ്കാരമുഴയും കൂടി ഭഗവാൻ വേഷം കെട്ടിയുണ്ടാക്കി. കഥകളിക്കൊക്കെ വേഷം കെട്ടുന്നില്ലേ ബ്രാഹ്മണരത്ത് പോലെ തന്നെ നമസ്കാരമുഴ. ചിരി വന്നു. ഭീമസേനാണെങ്കിൽ വളരെ സങ്കോചമുണ്ട്. ജരാസന്ധൻ പറഞ്ഞു എല്ലാവർക്കും വരാം, ഊണ് കഴിക്കാനിരിക്കാം. പറഞ്ഞു അത്രേ, ഉണ്ണാൻ വന്നവരല്ല. എന്നാൽ നിങ്ങൾ ബ്രാഹ്മണരാവില്ല. ബ്രാഹ്മണരാണെങ്കിൽ എന്നാൽ ഊണ് കഴിഞ്ഞിട്ടാവാം ബാക്കി എന്നേ പറയുള്ളൂ. അങ്ങനെ അല്ലാണ്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ബ്രാഹ്മണരല്ല എന്നുണ്ടോ? പറഞ്ഞു. ഇത് ഭീമസേനൻ, ഇത് അർജുനൻ, ഇത് കൃഷ്ണൻ. തേരിവും ജാനീഹി. ഉറക്കെ ഇങ്ങനെ ചിരിച്ചു. ഇയാൾ തലയെടുക്കുമെന്ന് ഉള്ളു പേടിയുണ്ട്. പക്ഷെ പേടി പുറത്തേക്ക് നടിക്കരുതല്ലോ. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓഹോ മനസ്സിലായി മനസ്സിലായി. തന്നോടും അർജുനോടും യുദ്ധത്തിനില്ല ഭീമനാഭേദം. എന്താ ഭീമ? തുല്യബലോ മമാ. ഗദ കൊടുത്ത ഗദായുദ്ധാണ് തനിക്ക് പറ്റുകയെന്ന് എനിക്കറിയാം. ആള് പറഞ്ഞു കേട്ടണ്ടേ. അങ്ങനെ തുടങ്ങിയ യുദ്ധം 27 ദിവസം. 28ാം ദിവസമാണ് ഭീമസേനൻ രാവിലെ വെളുപ്പാൻ കാലത്ത് പറഞ്ഞത്. എനിക്കാവും തോന്നുന്നില്ല. 3 മണിക്ക് എണീക്കൽ അന്നുണ്ട് ഭഗവാന് ധ്യാനം. അപ്പോഴാണ് ഭീമസേനൻ എണീറ്റ് പറയണത് എനിക്ക് ജരാസന്ധനെ കൊല്ലാൻ പറ്റും തോന്നുന്നില്ല എന്ന്. ഒക്കെ നേരെയാക്കാം. അന്ന് മുദ്ര കാട്ടിക്കൊടുത്തു ഭഗവാൻ. ചിന്മുദ്ര എന്ന് നമ്മൾ പറയാറുണ്ട്. ഭീമസേനൻ അത് ചിന്മുദ്രയായിട്ട് തന്നെയാണ് തോന്നിയത്. ഇത്രയും ദിവസത്തെ അടി കൊണ്ട് മടുത്തു. ഭഗവാൻ കാണിച്ചു കൊടുത്ത മുദ്ര അനുസരിച്ച് കടയും തലയും തിരിച്ചിട്ടു. ജരാസന്ധനെ കൊന്നു. സഹദേവൻ എന്ന ജരാസന്ധൻ്റെ പുത്രനെ ഉടനെ ചക്രവർത്തിയാക്കി അഭിഷേകം കൂടി ഭഗവാൻ കഴിച്ചു. കംസൻ ചത്ത ഉടനെ ഉഗ്രസേനെ രാജാവാക്കിയ പോലെ ജരാസന്ധം മരിച്ച ഉടനെ രാജാവാക്കി മകനെ. നരകാസുരനെ കൊന്ന ഉടനെ നരകാസുരൻ്റെ മകനെ ഭഗദത്തനെ രാജാവാക്കി. അതാ വിവേകാനന്ദ സ്വാമികളെ വിദേശത്ത് ചെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാരതം, ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യത്തെ അതിക്രമിച്ച് കീഴടക്കി അവരെ പുറത്താക്കി എന്ന് കേട്ടിട്ടുണ്ടോ? മറുപടി പറയണം നിങ്ങൾ. ചരിത്രം പഠിക്കണവരല്ലേ. ഭാരതത്തിൻ്റെ സംസ്കാരം അതല്ല. എവിടെ ചെന്നാലും അവരെ സഹായിക്കുക. അവിടുത്തെ ദുഷ്ടന്തോ പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃത. ആ ദുഷ്ട എടുത്തു കളയുക. ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് ശരീരത്തിലെ ദുഷ്ട എടുത്തു കളഞ്ഞ് അവിടെ വൃത്തിയാക്കണത് പോലെയാണ് ഭഗവാൻ. ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തനാഹൃദ്യന്തസ്ഥോഹി അഭദ്രാണി വിധുനോതി. അകത്തേക്ക് കയറി അവിടെ ചെയ്യേണ്ടത് ചെയ്യുക. അതാണ് വിപ്ലവം. എന്താ വിപ്ലവം? അഘവിപ്ലവ. ഭാഗവതത്തിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. വിപ്ലവം എന്ന വാക്കിന് നാശം എന്നേ അർത്ഥമുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പരിവർത്തനം പരിണാമെന്ന് അതിനർത്ഥമില്ല. അപ്പോൾ വിപ്ലവം എന്ന് നമ്മൾ പറയണതും ഭാഗവതാദി പുരാണാചാര്യന്മാർ പറയണതും വ്യത്യാസമുണ്ട്. നാരദൻ പറഞ്ഞ വാക്കുണ്ട് അഘവിപ്ലവ. അപ്പോൾ അഘവിപ്ലവമാണ് ഇപ്പോൾ നടന്നത്. ജരാസന്ധൻ എന്ന മഹാപാപിയെ കൊന്ന് മകനെ രാജാവാക്കി. നരകൻ എന്ന മഹാപാപിയെ കൊന്ന് ഭഗദത്തനെ രാജാവാക്കി. എല്ലാം ഗുരുവായൂരപ്പൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ കളഞ്ഞ് ഗുരുവായൂരപ്പനെ പൂർവാധികം ചൈതന്യത്തോടെ പ്രതിഷ്ഠിക്കും ഭാഗവതം ഇല്ലേ. ഇതാ ജരാസന്ധൻ്റെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ദർശനം കൊടുത്തു. അത് ഭീമസേനോടും അർജുനനോടും പോയിട്ട് ജയിൽ തുറന്ന് അവരോട് പറഞ്ഞേക്കുമെന്ന് പറയുകയല്ല ഉണ്ടായത്. അവിടെയാണ് ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത. കാരുണ്യത്തിൻ്റെ ശ്രീകോവിൽ തുറന്നു കാണാൻ കാത്തു നിൽക്കണവർക്ക് ഇന്ന് 3 മണിക്ക് കാണില്ലേ നാട്ടേങ്ങോട്ട് തുറന്ന ഒരു പ്രവാഹം. ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി ദുഷ്ട ഏവ ആത്മനീശ്വരെ. ശ്രീകോവിൽ നടയതാ തുറന്നു. എൻ്റെ കണ്ണേ ഇനി കണ്ണടയ്ക്കരുതേ. ഹന്തക ഇതൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞ്. വള്ളത്തോളിൻ്റെ വളരെ കാലം മുമ്പത്തെ കീർത്തനാണ്. ഇന്നിനും അതിനും എന്തൊരു പ്രസക്തിയല്ലേ. നട തുറക്കുമ്പോൾ ആളുകൾക്കുണ്ടാവുന്നൊരാവേശം. ഭക്തശിരോമണിയുടെ വാഴകുന്നത്തിൻ്റെയൊക്കെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രോഗങ്ങൾ വന്നു വയ്യാണ്ട് കമന്ന് കിടക്കുക. ആ രോഗം മാറി കഷ്ടിച്ച് തൊഴാറായപ്പോൾ നടക്കെത്തി ഒരു ഭക്തൻ.
മേശാന്തി ശ്രീലാകത്തുനിന്ന് അന്നൊന്നും ഒരു പ്രസാദത്തിനും പിശുക്കില്ല. കളഭ വലിയ ഉണ്ടയുണ്ടാവും. കളഭം ആടിയെണ്ണയും ഉണ്ടമാലയും ഷീട്ടാക്കാണ്ട് തന്നെ ഭക്തന്മാർക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മേശാന്തിക്ക്. മേശാന്തി കൊണ്ടുവന്ന് ഒരുണ്ട കളഭവും പ്രസാദവും മാലയും നാക്കലയിലാക്കി ഈ രോഗം മാറി വന്ന ഭക്തൻ്റെ കയ്യിലങ്ങോട്ട് കൊടുത്തു. ഇവിടെ സോപാനത്തിൽ അന്നുണ്ടായ കഥയാണ്, 10-60 കൊല്ലമായിട്ടുണ്ടാവും. ആ ഭക്തൻ അതിങ്ങോട്ട് മേടിച്ചിട്ട് കാണിച്ച ഒരു വെപ്രാളം ഇവിടെ പറയുന്നുണ്ട്. ദൃഭ്യാം പ്രപശ്യൻ പ്രഭിബന്യവാർഭക ചുംബന്യവാസ്യേന ഭുജൈരിവാശ്ലിഷൻ. ധ്രുവൻ്റെ കഥ അതുപോലെ തന്നെ പിബന്തൈവ ചക്ഷുഭ്യാം ലിഹന്തൈവ ജിഹ്വയാ ജിഘ്രന്തൈവ നാസാഭ്യാം ശ്ലിഷ്യന്തൈവ ബാഹുഭി. കെട്ടിപ്പിടിക്കുകയെ, വീണ് കിടന്ന് ഉരുളിയെ, ഉമ്മ വയ്ക്കുകയെ, എന്തൊക്കെയാ വേണ്ടത് നിശ്ചയില്ലാത്ത ഒരവസ്ഥ. അത് ഈ നടക്കെ കണ്ടവരുണ്ടെന്നാണ് പറഞ്ഞത്. ഗുരുവായൂരപ്പൻ്റെ നടയങ്ങനെ തുറന്ന് രോഗമായി കിടന്ന ആള് അവിടുത്തെ അങ്ങോട്ട് കണ്ടതോടെ ശ്രീലാകത്തു നിന്നുള്ള പ്രസാദവും കൂടി അങ്ങോട്ട് കിട്ടിയതോടെ മേലാസകലം കളഭവും പ്രസാദവും അങ്ങോട്ട് ഭ്രാന്തനെ പോലെ വെച്ച് തേച്ച് ആ പ്രസാദം പൂക്കളുമൊക്കെ പിച്ചിപ്പറിച്ച് മേലൊക്കെ അങ്ങനെ വെച്ച് തേച്ച് ആ ഇല എത്ര നക്കിയിട്ടും എത്ര മേലൊരച്ചിട്ടും മതിയാവാതെ ഗുരുവായൂരപ്പാ എന്നൊന്ന് വിളിക്കാൻ പോലും വയ്യാണ്ട് നടക്ക നിന്ന് വെപ്രാളം കാണിച്ച രംഗം അതാ ഭക്തന്മാർ പറയാറുള്ളത്. ആ വെപ്രാളം അന്നുണ്ടായത് ഇന്നും നടക്കുന്നുണ്ടെന്നർത്ഥം. അനുഭവിച്ചവർക്കറിയാം. ദാ കൃഷ്ണായ വാസുദേവായ ദേവകി ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ആ വരികളുടെ പ്രസക്തി ഇന്ന് നമ്മൾ മറന്നു. എന്താ അത്? പണ്ടൊരു കാലത്ത് ഒരു 60-100 കൊല്ലം മുമ്പ് എന്ന് പറയുക, 50-60-100 കൊല്ലം മുമ്പ് ഓരോ കേരളീയരുടെ വീടുകളിലും എല്ലാ കുട്ടികൾക്കും ഈ ശ്ലോകം അറിയാമായിരുന്നു. കൃഷ്ണായ വാസുദേവായ അതറിയാത്ത കുട്ടി ഏതാണ്ടാറുണ്ട്. അവരൊക്കെ കുട്ടികൾ വളർന്നു വലുതായി നമ്മളെപ്പോലെ വലിയ അച്ഛന്മാരും മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരും അമ്മാവന്മാരും അപ്പൂപ്പന്മാരും ആയപ്പോൾ ഇത് ഭാഗവത്തിലെ ശ്ലോക, ഈ കൃഷ്ണായ വാസുദേവായ എന്നാ ഞാനറിഞ്ഞില്ല കേട്ടോ. ഭാഗവത്തിലെ ശ്ലോക കൃഷ്ണായ വാസുദേവായ എന്ന് ആരോരും ഒന്നും അറിയാതെ ഈ ഭാഗവതത്തിലെ ശ്ലോകം എങ്ങനെ നമ്മുടെ ചെവി കൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു നമ്മളത് വിചാരിക്കാറില്ല. കോടിക്കണക്കിന് അല്ലെങ്കിൽ 20,800 രാജാക്കന്മാരുടെ ശബ്ദ കോലാഹലമാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്നൊരു ഭാഗത്ത്. ഇതൊക്കെ കഴിഞ്ഞ് അന്തഃപുരത്തിൽ കുന്തിദേവിയുടെ അടുത്ത് ചെന്നപ്പോൾ കുന്തിദേവി അതന്നെയാണ് പറയണത്. 2 അക്ഷരം മാറ്റുണ്ട്. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ അല്ല, അവിടെ എൻ്റെ ദേവകിയുടെയും എൻ്റെ വസുദേവൻ്റെയും എൻ്റെ നന്ദഗോപരുടെയും എൻ്റെ യശോദയുടെയും ഉണ്ണിയാണ് കൃഷ്ണൻ. ഈ ഒരു മമത ഗുരുവായൂരപ്പനോട് ഭാഗവതത്തിനോട് ആരാണ് നമുക്കുണ്ടാക്കി തന്നത്? നമ്മളത് മറക്കണു. ഭാഗവതത്തിലെ ശ്ലോകമാണെന്ന് പോലും അറിയാതെ നമ്മുടെ ചെവിയിലേക്ക് മലന്ന് കിടക്കണ കുട്ടികളൊക്കെ ചോറും തേനും പാലും വയമ്പും ഒക്കെ വിരലുമ്മ വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ എന്നും പറഞ്ഞ് തുപ്പിന്ന് വരും ചോറൂണിൻ്റെ സമയത്ത്. പക്ഷേ കുറേ കഴിഞ്ഞാൽ അവർ വെട്ടി 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 അങ്ങനെ ഉണ്ണണ കാണുമ്പോൾ കാരണവന്മാരിപ്പുറത്തുനിന്ന് പറയും, നല്ല നേരത്താ അവന് ഭക്ഷണം കൊടുത്തത് എന്ന്. ഇതുപോലെ ഏതോ ഒരു നല്ല നേരത്ത് ഏതോ ഒരു കൃഷ്ണായ വാസുദേവായ എന്ന മന്ത്രം ഭാഗവതം നമ്മളറിയാതെ നമ്മുടെ ചെവിയിലേക്ക് എത്ര അച്ഛനമ്മമാർ, എത്ര മുത്തച്ഛന്മാർ, എത്ര മുത്തശ്ശിമാർ, എത്ര അമ്മമാർ പകർന്നു 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 തന്നിട്ടുണ്ടാവാം. അതിൻ്റെ ഫലമാണ് ഇന്ന്
നമ്മളൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഈ ദിവ്യ സന്നിധാനത്തിൽ ഈ രാജസൂയത്തിൽ പങ്കുകൊണ്ട് മൂക്കുമുട്ട ശാപ്പാടടിക്കണത് എന്നർത്ഥം. നല്ല നേരത്ത് അവന് ചോറ് കൊടുത്തതെന്ന് പറയട്ടെ. നമ്മുടെ ചരിത്രം, ഭാഗവതത്തിൻ്റെ ചരിത്രം, 30ാമത് ഭാഗവത സത്രം എന്ന് പറയണു അല്ലേ? 1000 കൊല്ലം നീണ്ടു നിന്ന സത്രം ഭാഗവതത്തിൽ പറയുന്നുണ്ട്. 7 ദിവസം കൊണ്ട് കേട്ട ഭാഗവതം 1000 കൊല്ലം നീണ്ടു നിൽക്കുന്ന സത്രത്തിൽ പറയാൻ തയ്യാറായിട്ട് ഒരു പയ്യൻ വന്നു അത്രേ, രൗമഹർഷണൻ. ആ പയ്യൻ്റെ അച്ഛനെ, സൂതനെ, കഥ പറയുന്ന ആളെ ബലരാമൻ വന്ന് പുല്ലെടുത്ത് കൊന്ന് വൈകുണ്ഠത്തിലേക്ക് അയച്ചു. അപ്പം എന്തായി? ഇനി അവകാശിയായിട്ട് ഈ രോമഹർഷണൻ്റെ പുത്രൻ രൗമഹർഷണി ഉഗ്രശ്രവാഹ എന്നാണ്. ഇത്ര ശ്രദ്ധിച്ച് കഥ കേൾക്കണ ഒരാളില്ല. പരീക്ഷിത്തൻ്റെ സപ്താഹത്തിൻ്റെ ഒപ്പം ചെന്നിരുന്ന് കേട്ടപ്പോൾ ശ്രീശുകനാ പറഞ്ഞ ഉഗ്രശ്രവസ, ഉഗ്രൻ ഉഗ്രൻ, ഇങ്ങനെ ശ്രദ്ധയുള്ള ഒരാളെ കണ്ടിട്ടില്ല. മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയണ പോലെ ഭാഗവത സപ്താഹം മുഴുവനും ഇത്ര ഉഗ്രമായിട്ടിരുന്ന് കേൾക്കുന്ന ശ്രദ്ധ. യഥേഷുകാരോ നൃപതിം പ്രജന്തം ഇഷൗഗതാത്മാ നദർശ പാർശ്വ. അതാണ് ഉഗ്രശ്രവസ്. ഇത്ര ശ്രദ്ധയോടെ, ഇത്ര ഏകാഗ്രതയോടെ ആര് കേൾക്കും? എന്തൊരത്ഭുതം! അപ്പം മാൻ ഓഫ് ദ മാച്ച് എന്ന് പറഞ്ഞ ശ്രോതാക്കളുടെ ഇടയിൽ ഇയാൾക്ക് വേണം 1ാം സമ്മാനം. ബലരാമൻ നിശ്ചയിച്ച സമ്മാനം മേടിച്ചു വന്ന പയ്യനാ, ശ്രീശുകൻ അനുഗ്രഹിച്ച പയ്യനാണ്. ഏത്യപർവണി പർവണി ഭാഗവത സത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യമുണ്ടാക്കുന്ന അസുരന്മാരെയും ബലരാമൻ തീർത്ഥയാത്രയുടെ ഇടയിൽ നശിപ്പിച്ചു, ഇല്ലാണ്ടാക്കി. അതും നമുക്ക് അനുഭവമാണ്. അപ്പോൾ ബലരാമനും ശ്രീകൃഷ്ണനും ഗുരുവായൂരപ്പനും ശ്രീശുകനും സൂതനും കൂടിയിട്ടാണ് ഈ ഭാഗവത സത്രം വലുതാക്കണത്. അപൂർവം ചില വ്യക്തികളെയും ഭക്തശിരോമണി വാഴകുന്നം, ആദ്യം സ്മരിച്ചില്ലേ ആഞ്ഞൻ തിരുമേനി, തോട്ടം തട്ടയൂര്, പാതിരിശ്ശേരി, വെൺമണി തുടങ്ങിയ അനവധി പൂർവം സൂരികൾ അങ്ങനെ ഉണ്ടാവാം. അതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഈ സ്കൂൾ ഓഫ് ഭാഗവത, അതിൻ്റെ പരമ്പര. അതിൻ്റെ ഇടയിൽ ആദ്യം പറഞ്ഞല്ലോ ചില കുന്തിദേവിമാർ ആരോരും അറിയാതെ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ എന്ന് ജപിക്കുന്ന ചില മുത്തശ്ശിമാരുണ്ടായിരുന്നു. ആ മുത്തശ്ശിമാർ തൃശ്ശൂർ പരിസരങ്ങളിൽ വാഴകുന്നുണ്ടായിരുന്ന കാലത്ത് തൃശ്ശൂരും ഗുരുവായൂരും പെരുവനത്തും തിരുവുള്ളക്കാവിലും ഉള്ള വാഴകുന്നിൻ്റെ വായനയ്ക്ക് വരുമായിരുന്നു. കളിയാക്കും അന്ന് പലരും. എല്ലാ അത്തേമാരുകളും അന്തർജനങ്ങളും അതല്ലാത്തവരും ഭാഗവതം കേട്ടു. കുന്തിദേവിയുടെ പോലെ ആപത്തുണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കാണ്ട് തന്നെ ധാരാളം ആപത്തുകൾ അവർക്ക് ഗുരുവായൂരപ്പൻ കൊടുത്തിരുന്നു. പക്ഷേ പ്രണതക്ലേശനാശായ, അത് നല്ല ഉറപ്പാ. ഗുരുവായൂരപ്പൻ ഭാഗവത നാമം അതാണ് ദുഃഖത്തെ ഇല്ലാണ്ടാക്കണത്. അതിൽ ചില മുത്തശ്ശിമാരുടെ പാട്ടാണ് ആദ്യം പാടിയത്. രാജസൂയ യാഗം പോലെ സപ്താഹത്തെ നടത്തുവാൻ രാജരാജേശ്വരൻ കൃഷ്ണൻ എഴുന്നള്ളുന്നു. 10-60 കൊല്ലം മുമ്പ് ആഞ്ഞൻ തിരുമേനി അങ്കമാലിയിൽ ഒരു മുത്തശ്ശിയുടെ ഇല്ലത്ത് ഭാഗവത സപ്താഹം നടത്താൻ വന്നപ്പോൾ അവിടെ എൻ്റെ 3-4 വയസ്സുള്ള കാലത്ത് കേട്ട പാട്ടാണത്. അപ്പം ആഞ്ഞം അവിടേക്ക് വരിക, സപ്താഹം നടത്തുക, ഒരു ഇല്ലത്ത് അത്ഭുതമായിരുന്നു. അങ്ങനെ വന്ന് നടത്തി. ആ നാമഞ്ജപക്കാലത്ത് അനവധി മുത്തശ്ശിമാർ ഒരുമിച്ച് നാമഞ്ജപ സംഘം രൂപീകരിച്ചു. ക്രമേണ ചേലൂരമ്മ, പെരുമ്പിള്ളിയമ്മ, പുള്ളിയമ്മ, തെക്കേടത്തമ്മ തുടങ്ങിയ അനവധി അമ്മമാർ ഉണ്ടായ ആ വലിയ സംഘം ആ മുത്തശ്ശിമാരുടെ കാലം കഴിഞ്ഞോടെ ഇവിടെ ഉണ്ടായിരുന്നു. പാടിവട്ടത്തമ്മ, കണ്ണാത്തമ്മ തുടങ്ങിയ മുത്തശ്ശിമാർ, പെരുമ്പിള്ളിയമ്മ തുടങ്ങിയവർ, അവരൊക്കെ ഇന്ന് കാണാനുള്ളവരല്ല. ഗുരുവായൂരപ്പൻ അവരെയൊക്കെ മായാജവനികാച്ഛന്നം കാലയവനിയുടെ ഉള്ളിലേക്ക് എടുത്തു. വിപ്രപത്നിമാർ, ആ വിപ്രപത്നിമാരെല്ലാവരും കൂടി തുടങ്ങിയ നാമഞ്ജപ സംഘം ക്രമേണ ഇല്ലാണ്ടായി എന്ന് പറയാം. അപ്പോഴാണ് ഒരു ഭാഗവതോത്തമൻ വാസുദേവൻ നമ്പൂതിരി കറുകടം, ഇന്ന് അവിടെ ഒരു ഷഷ്ടിപൂർത്തി നടക്കുക, ആ കുടുംബത്തിലെ ഒരു ഉണ്ണി നമ്പൂതിരി ഭാഗവതോത്തമൻ നീലാണ്ടൻ, അദ്ദേഹത്തിൻ്റെ വല്യച്ഛനായ ആൾ
വാസുദേവേട്ടൻ എന്നാണ് എല്ലാവരും പറയാറ്. ഇവിടെ ഭാഗവത സത്രക്കാർക്കൊക്കെ അറിയാം. ആദ്യത്തെ ഭാഗവത സത്രം നടത്തി. എങ്ങനെ? നാമജപ സംഘം രൂപീകരിച്ച് എന്നും എവിടെയെങ്കിലും നാമം ജപം ഉണ്ടാവും. മാസം മാസം പിറന്നാളുകൾക്കൊക്കെ നാമം ജപം ഉണ്ടാവും. എല്ലാത്തിനും നാമം ജപ. അങ്ങനെ എല്ലാത്തിനും നാമം ജപം. ഇന്നിപ്പോൾ നമുക്ക് എല്ലാറ്റിനും ഒരു സാധനമുണ്ട്. മദ്യസേവ എല്ലാത്തിനും വേണത്രേ. കുട്ടി ഉണ്ടായാൽ മദ്യം, കുട്ടി മരിച്ചാൽ മദ്യം, ഭാര്യ മരിച്ചാൽ മദ്യം, വിവാഹം കഴിച്ചാൽ മദ്യം, വിവാഹമോചനം ചെയ്താൽ മദ്യം. എല്ലാറ്റിനും മാറ്റാനാവാത്ത ഘടകമായിട്ട് വന്നിട്ടുണ്ടത്രേ ദൈവത്തിൻ്റെ നാട്ടിൽ മദ്യത്തിൻ്റെ അധിദേവത വാരുണി. അത് പോട്ടെ. അപ്പോൾ എല്ലാ ഫംഗ്ഷനും നാമം ജപത്തോടു കൂടിയേ നടത്തൂ. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞ് അതിൻ്റെ വാർഷികമാണ് കുറിച്ചിത്താനത്ത് ഭാഗവതത്തിൻ്റെ 1-ാം സത്രമായത്. എല്ലാവർക്കും അറിയാം. 25-ാം സത്രമായിട്ടും അത് നടന്നു. അദ്ദേഹവും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പൂർവം സൂരികളുടെ ഭക്തന്മാരുടെ പ്രണതക്ലേശനാശനായി നിൽക്കണു ഭാഗവതം. രാജസൂയ യാഗസത്രം, ഭാഗവത സത്രം. അപ്പം എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ഗുരുവായൂരപ്പൻ അന്നും ഇന്നും മാറ്റമില്ലാണ്ട് അത് കൊണ്ട് നടക്കുന്നു. അപ്പോൾ ആ പ്രണതക്ലേശനാശായ എന്നുള്ള സ്തോത്രം വളണ്ടിയർമാരായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയ ആളുകളെ കണ്ട് ഭഗവാൻ തന്നെ ചെയ്യിപ്പിച്ചതാണ്. 20,800 വളണ്ടിയർമാർ വേണം രാജസൂയത്തിന്. ഭഗവാൻ പറഞ്ഞു, ഞാനാണ് വളണ്ടിയർ ക്യാപ്റ്റൻ, നിങ്ങളെയൊക്കെ അതിന് ബുക്ക് ചെയ്തു. വേറെ ഓരോന്നിനും ഓരോരുത്തരെ പറഞ്ഞല്ലോ. അവർ പറഞ്ഞു, അയ്യോ ഞങ്ങളിപ്പം തന്നെ വരാം. വേണ്ട വേണ്ട വേണ്ട, നിങ്ങളുടെ നാട്ടിൽ ചെന്ന് അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, വീട്ടുകാർ, നാട്ടുകാർ, ബന്ധുക്കൾ, അവരെയൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര വളണ്ടിയർമാരെ കൊണ്ടുവരാൻ പറ്റും അത്രയുമായിട്ട് വരിക. ഭഗവാൻ ചെന്ന് ശംഖനാഥം മുഴക്കി ധർമ്മപുത്രൻ്റെ രാജസൂയത്തിന് അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ സൂപപന്നം സൂപപന്നം, രാജസൂയയാഗം ഗംഭീരായി എന്ന് തുടങ്ങണേന് മുമ്പേ പറയാൻ തുടങ്ങി പരീക്ഷിത്ത് ശ്രീശുകൻ. വരുണസ്യ യഥാപുരാ, വരുണൻ്റെ രാജസൂയം പോലെ അതിലും ഗംഭീരമായിട്ട് നീലക്കടൽ വർണ്ണൻ ഇന്ദ്രനീലക്കല്ല് പങ്കെടുക്കുന്ന രാജസൂയമായിട്ട് മാറി. ധർമ്മപുത്രൻ സ്വീകരിച്ചിരുത്തി. സന്തോഷം പറയാൻ മറന്നു. സ്വർണ്ണലാങ്കലം കൊണ്ട് യാഗശാല ഉഴുത് മഹർഷിമാരെ കൊണ്ട് തുടങ്ങിച്ച രാജസൂയം 18 മാസമാണ്. അതിൽ 13 മാസം കഴിഞ്ഞു. അപ്പോഴാണ് അഗ്രാസന പൂജ. സഹദേവൻ വിളിച്ചു പറഞ്ഞു, ഗുരുവായൂരപ്പനെ തന്നെ പൂജിക്കണം, ഗുരുവായൂർ തന്നെ സത്രം വേണം എന്ന് പറയണ പോലെയാണ്. ഒരാൾ അഭിപ്രായം പറയുക, ചിലർ കൈപൊക്കുക, ചിലർ ആലോചിക്കട്ടെ എന്ന് പറയുക. അവസാനം തീരുമാനിച്ചു. എന്ത്? മഹാദേവൻ അംഗീകരിച്ചു, ഭീഷ്മർ അംഗീകരിച്ചു, VIP-കളൊക്കെ അംഗീകരിച്ചു. ഗുരുവായൂരപ്പനെ തന്നെ വേണം ഇത്തവണ പൂജിക്കാൻ. എവിടെ കൃഷ്ണൻ? വരണവരെയൊക്കെ കാലി വെച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടത്രേ. സ്വീകരണ കമ്മിറ്റിയുടെ ആളാണ് ഭഗവാൻ. കിണ്ടി താഴെ വെപ്പിച്ചു അർജുനൻ കൊണ്ടുവന്നിരുത്തി. ഉയർന്ന പീഠത്തിൽ ധർമ്മപുത്രൻ വന്നങ്ങനെ കാല് കഴിയിച്ചു പത്നിയോടുകൂടെ. പട്ടുകൊണ്ട് തോർത്തിയിട്ടും പട്ട് നനയുകയാണ്, മാറ്റം വരണില്ല. അവസാനം അവിടെ ഇരുത്തി കേശാദിപാദം പാദാദികേശം തൊട്ട് തലോടി കളഭവും മാലയും ഒക്കെ അങ്ങനെ അണിയിച്ചു. ഊണ് കഴിപ്പിച്ചു. ഭീമസേനൻ്റെ സദ്യ. അത് കഴിഞ്ഞ് കൈ കഴുകി അവിടെ തന്നെ ഇരുന്നാണ് ഓം തത്സൽ ദാനം. അപ്പോൾ ഒരു വാക്കുണ്ട്, യേശുസ്ത്രൈലോക്യ ഗുരവസ്സർവേ ലോകമഹേശ്വരാഹ. കൃഷ്ണ രാജസൂയം ചെയ്ത് കേമനാവാനല്ല, മറിച്ച് കൃഷ്ണനെ സേവിക്കുന്ന കോടാനകോടി ജനങ്ങളിൽ ഒരുത്തനായിട്ട് അടിയനും അവിടുത്തെ സേവിക്കുന്ന സെറ്റിലുണ്ട്. സേവിക്കാത്ത സെറ്റിലാണെന്ന് തോന്നരുതേ. സേവിക്കുന്നവരുടെയും സേവിക്കാത്തവരുടെയും വ്യത്യാസം പറയണം എന്നൊക്കെ ആദ്യം പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു. സന്തോഷമായി. കൃഷ്ണ, എനിക്ക് കൃഷ്ണനെ, എൻ്റെ പൂജ സ്വീകരിക്കണ കൃഷ്ണനായിട്ട് കാണണമെന്നുണ്ട്. നമസ്കാരം. തെല്ലു മാറി നിൽക്കമേ, ബാഷ്പവർഷമേ, ഒന്ന് കാണട്ടെ ഞാൻ എൻ്റെ സച്ചിദാനന്ദ വിഗ്രഹം. കാണാൻ പറ്റണില്ലല്ലോ. നാരദാദികൾ ഇപ്പോൾ ഫോട്ടോ എടുത്ത് വീഡിയോ ആക്കിയിട്ട് റെക്കോർഡാക്കണില്ലേ, ഇതുപോലെ നാരദാദികൾ റെക്കോർഡാക്കി. എന്താ? നാശകൽ സമവേക്ഷിതും. കാണാൻ പറ്റിയില്ല ധർമ്മപുത്രന്. ഗൽഗതം കൊണ്ടൊരു നല്ല വാക്ക് പറയാൻ പറ്റിയില്ല ധർമ്മപുത്രന്. അതാണ് പരിപൂർണത. കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണിച്ച കർമ്മയ. ഈ നൈഷ്കർമ്മ്യം അകർമ്മം ആയത്, വികർമ്മമായത് നൈഷ്കർമ്മ്യമായിട്ട് മാറ്റി ഭഗവാന്റെ അടുത്തേക്ക് ആയതുകൊണ്ട്. അതാണ് കർമ്മശാസ്ത്രക്കാർ തലതാത്തി നിൽക്കുകയെ നിർത്തിയുള്ളൂ. ഗംഭീരമായ രാജസൂയം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരാൾ എണീറ്റു, വരട്ടെ ഞാൻ 2 വാക്ക് പറയുന്നുണ്ട്.
അതാണ് ശിശുപാലൻ. 100 അപരാധം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഘോരനാം ചൈത്യനെ കൊന്ന കൃഷ്ണാഹരി. സുദർശന ചക്രം അയച്ച ഇങ്ങോട്ട് വരൂ ഉണ്ണി, യോഗക്ഷേമം വഹാമ്യഹം. LICയുടെ പരസ്യം കണ്ടിട്ടില്ലേ? ഉണ്ണിയെ മേപ്പോട്ടിട്ട് ഇങ്ങനെ പിടിക്കുക, അയ്യോ വീഴോ ഇല്ല, യോഗക്ഷേമം വഹാമ്യഹം. ഇതുപോലെ 3 ജന്മമായി വൈകുണ്ഠത്തുനിന്ന് ഇയാളെ ഇങ്ങോട്ട് ഇട്ട് പിടിക്കണു. ആദ്യം ഹിരണ്യകശിപുവായിട്ട്, പിന്നെ രാവണനായിട്ട്, ഇപ്പം ദാ ശിശുപാലനായിട്ട് ഇട്ട് പിടിച്ചു. യദ്ദോഷുമാ പ്രണഹിതം. അങ്ങനെ ശിശുപാലന് മുക്തി കൊടുത്തത് എല്ലാവരും കണ്ടു. ഇനി ഇല വയ്ക്കാമെന്ന് പറയണതിന് മുമ്പെയാണ് ശിശുപാലൻ്റെ മുക്തി അല്ലേ. പിന്നെയാണ് അവിടെ അന്ന് ഉച്ചതിരിഞ്ഞ് നടന്ന നരസിംഹാവതാര പ്രഭാഷണം ധർമ്മപുത്രൻ്റെ മുമ്പിൽ നാരദ മഹർഷിയുടെ. അങ്ങനെ രാജസൂയം എല്ലാം കൊണ്ടും കെങ്കേയമായി. ശരിയായി എന്ന് പറയട്ടെ, നൃത്തമായില്ലേ. ഒരു കാര്യം കൂടി, അപ്പോഴാണ് ദുര്യോധനൻ്റെ വാള് വിളക്കിട്ട് വരവ്. അയാൾ വെള്ളമുള്ളിടത്ത് ഇല്ലയെന്ന് വിചാരിച്ച് നടന്നു, വെള്ളമില്ലാത്തയിടത്ത് വെള്ളമുണ്ട് എന്ന് വിചാരിച്ച് നടന്നു. രണ്ടും അബദ്ധമായി. അത് പിന്നെ വീഴാണ്ട് വയ്യ, വീണു, വെള്ളം കുടിച്ചു. പാഞ്ചാലി തിരിച്ചോ എന്ന് സംശയം, ഭഗവാൻ തിരിച്ചോളാൻ കാണിച്ചു. പക്ഷേ ബഭൂവ തൂഷ്ണീം, ആ ഭഗവാന്റെ നിശബ്ദതയാണ് പ്രപഞ്ചങ്ങളെ കൊണ്ടു നടക്കുന്നത് എന്ന് കാണിച്ചു. പരീക്ഷത്തെ സൂപപന്നം ദാ ഗുരുവായൂരപ്പൻ നമുക്കും ഈ രാജസൂയ മഹാമഹം സൂപപന്നമാക്കി തന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ തിരുമ്പിൽ വന്ന് സേവിക്കുന്നവരും സേവിക്കാത്തവരുമായിട്ട് വേറെ ആരുമില്ല. അത് രണ്ടും നമ്മുടെ ഹൃദയഭാഗങ്ങളാണ്. രാധതൻ കാമവും ഛേദിപക്രോധവും മാധവപ്രാപ്തിയിലൊന്നു തന്നെയെന്ന് കാണിച്ച ഈ രംഗത്ത് ഈ സജ്ജനങ്ങളുടെ സംസാരസാഗരത്തിൽ ജന്മനി ജന്മനി സ്യാൽ ഭവേ ഭവേ, ഇനിയും ഇനിയും മുങ്ങാൻ സാധിക്കണേ. ഈ ആലിലക്കുട്ടനെ, ഇമ്പിക്കിടക്കുന്ന ഭാഗവതക്കുട്ടനെ താലോലിക്കാറാവണേ. അതിന് സജ്ജനങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.